എൻ്റെ പേര് ശ്രീഷ. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, കഴക്കൂട്ടം. എൻ്റെ സ്വന്തം വീട് ഇവിടെ ആലപ്പുഴയാണ്. ഞാൻ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. 2016 ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ട്രിവാൻഡ്രം പോയി തിരിച്ചു വരുന്ന വഴിയിൽ കരുനാഗപ്പള്ളിയിൽ വെച്ചിട്ട് ഞങ്ങളുടെ കാറ് ടാങ്കർ ലോറിയായിട്ട് ഇടിച്ച് അമ്മയും ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ ബ്രദറുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ ജീവനോടെ ഇല്ലായിരുന്നു. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും കരുനാഗപ്പള്ളി തൊട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും റെഫർ ചെയ്ത് ലാസ്റ്റ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെയും അവർ ഇവിടുന്ന് ശരിയാവില്ല എന്നുള്ള ലെവലിൽ ഞങ്ങളെ ലേക്ക് ഷോറിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. 16ാമത്തെ ദിവസമാണ് അമ്മ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. എനിക്കും മോനും ഹെഡ് ഇഞ്ചുറിയും കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ഓക്കെ ആയി. ഞാൻ വോക്കറിൽ നടക്കാറായപ്പോഴേക്കും ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വല്ലാത്തൊരു ഒറ്റപ്പെടുന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഹസ്ബൻഡ് അപ്പം ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി കളഞ്ഞ് നാട്ടിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ആയി ഞാൻ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഒന്ന് സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും ആരോടെങ്കിലും സംസാരിക്കാൻ പോലും എനിക്ക് ആരുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ജോലിക്കായിട്ട് UAE പോയി. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമായി. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ആ വേദനയും പിന്നെ അമ്മ പോയി എന്നുള്ളത് ഇതുവരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. അങ്ങനെ എന്താ ചെയ്യേണ്ടത് ഒന്നും ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ആ സമയത്ത് യൂട്യൂബിൽ കൂടെ ഓരോ ഈ ഞാനൊരു ഹിന്ദുവാണ്, ക്രിസ്ത്യൻ ടോക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പകലുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ വണ്ടിയെടുത്ത് കോസ്റ്റൽ ഏരിയയിലേക്ക് പോവും. ആ സൈഡിൽ ഒത്തിരി പള്ളികളുണ്ട്. ഞാനപ്പോൾ അങ്ങനെ വേളിയിൽ പള്ളിയിലൊരു ആരാധന ചാപ്പലിൽ വെച്ചിട്ട് എന്നോടൊരു ചേച്ചി എന്നോട് പറഞ്ഞു, മോൾ എപ്പോഴും ഇവിടെ വരുന്ന കാണാമല്ലോ, കൃപാസനം എന്നൊരു പള്ളി ആലപ്പുഴയിലുണ്ട്, മോൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ഇതിൻ്റെ കുറച്ചടുത്താണ്, അതായത് ഈ കൊമ്മാടി ബൈപ്പാസിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട് ഫ്രണ്ടിൽ, അവിടെ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഇവിടെ ഉടമ്പടി ഉണ്ടെന്ന് അങ്ങനെയൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത്, പിന്നെ അന്ന് സ്ഥിരമായിട്ട് 2018 അവസാനമാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ധ്യാനം കൂടാൻ വരണമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മുട്ടിൽ റോഡ് ചെയ്തിട്ടുണ്ട്, മുട്ടെല്ലാം പോയിട്ട് താഴെ സ്റ്റീലുണ്ട്, ഇത്രയും പ്ലാസ്റ്റിക് സർജറി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് എൻ്റെ മുട്ടിൻ്റെ വേദനകളെല്ലാം മാറാൻ തുടങ്ങി. പിന്നെ ധ്യാനം കൂടാനായിട്ട് ഞാനും എൻ്റെ കുഞ്ഞും കൂടെ, ഇങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല ഞങ്ങൾ എന്നിട്ട് വഴിയിൽ ആ തിണ്ണയിലിരുന്നാണ്. എൻ്റെ മോൻ എന്ന് 1.5-2 വയസ്സേ ഉള്ളൂ ആ സമയത്ത് ധ്യാനം കൂടുന്നത്. കുഞ്ഞിനിപ്പോൾ ഒന്നും അറിയത്തില്ല. കുഞ്ഞ് ആദ്യം ബഹളമൊക്കെ വയ്ക്കും, ചൂടൊക്കെ എടുത്ത് ഭയങ്കര പ്രശ്നമാണെങ്കിലും പിന്നെ അവന് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ ആ വെറും തിണ്ണയിൽ വന്നിരുന്ന് ധ്യാനം കൂടിയാണ് എൻ്റെ ജീവിതം മേൽപോട്ട് കയറാൻ തുടങ്ങിയത്. ഒന്നാമതായിട്ട് സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടുന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് ഞങ്ങൾ മാത്രം ആയി കഴിഞ്ഞതിന് ശേഷം വീട് നിറച്ച് പാമ്പാണ്. പാമ്പെന്ന് വെച്ചാൽ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ വാഷ് ബേസിൻ്റെ അകത്ത് പാമ്പുണ്ടാവും. അത് കഴിഞ്ഞ് ഉറങ്ങാൻ ചെല്ലുമ്പോഴേക്കും കട്ടിലിൻ്റെ അടിയിൽ ഒരു പാമ്പുണ്ടാവും. പിന്നെ ഒരിക്കലും ഞാൻ നോക്കുമ്പോഴേക്ക് എൻ്റെ മോൻ ഒരു പാമ്പിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും പാമ്പ്. ഇതിനെ തല്ലിക്കൊല്ലാൻ വീട്ടിൽ ആണുങ്ങളാരും ഇല്ല. പിന്നെ അപ്പുറത്തെ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ അതിനെ കൊല്ലും. പിന്നെ ബാബാ സുരേഷ് വന്ന് വീട്ടിൽ നിന്ന് മൂർഖനെ പിടിച്ചിട്ട് പോകും. ഇതൊക്കെ സ്ഥിരമായി. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് വീടിൻ്റെ അകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞങ്ങൾ ഉറക്കം താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്കാക്കി. കാരണം ഭയമാണ്, രാത്രി ആകുമ്പോഴത്തേക്ക് എവിടുന്ന പാമ്പ് ഇറങ്ങി വരുന്നതെന്ന് അറിയില്ല.
അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, ഇവിടത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വരുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്നന്ന് ഇവിടുന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അതെൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് തൊട്ട്, അതായത് 2018 തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ വീട്ടിൽ പാമ്പില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് എല്ലാവരും പോലെ എനിക്കൊരു ഡൗട്ട് തോന്നി, ചിലപ്പോൾ ഇനിയിപ്പോൾ പാമ്പ് അത് നമ്മുടെ തോന്നലായിരിക്കും അല്ലേ, അതൊക്കെ അതിൻ്റെ സമയമായപ്പോൾ അത് മാറിപ്പോയതായിരിക്കും എന്ന് തോന്നി. അന്ന് എൻ്റെ വീട്ടിൽ പാമ്പ് വന്നു. പാമ്പ് എന്ന് വെച്ചാൽ മതിൽ കെട്ടിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ടൊരു ചെറിയ ഹോളുണ്ട്. ഹോളിൻ്റെ അപ്പുറത്തൂടെ പാമ്പ് നിരച്ച് വരാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മേ പാമ്പ് വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അവിടുന്ന് നല്ല സ്പീഡിൽ നിരച്ച് വന്ന പാമ്പാണ്. എൻ്റെ മതിലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ആ പാമ്പ് നിരയ്ക്കത്തില്ല, അത് അകത്തേക്ക് വന്ന് അപ്പോഴേ അവിടെ ചത്തു വീണു. പിന്നെ ഇന്ന് വരെ, ഈ നിമിഷം വരെ എൻ്റെ വീട്ടിൽ പാമ്പില്ല. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ എന്നും എനിക്ക് ഒന്നാമതായിട്ട് പറയേണ്ട സാക്ഷ്യമാണത്. കാരണം അത്രയും വിഷമിച്ചിരിക്കുന്ന, പേടിച്ച് ഭയന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ ജീവിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ഞാനൊരു നേഴ്സാണ്, കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോയി, കുവൈറ്റിൽ നഷ്ടപ്പെട്ടു പോയി. എനിക്കത് തിരിച്ചെടുക്കാനായിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ ഈ ആക്സിഡൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എവിടെ എന്താ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഒന്നിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല, അതിനെക്കുറിച്ച് ഒന്നിനും ഒരു ഇതുമില്ല. അങ്ങനെ പിന്നെ എനിക്ക് ജോലി വേണോ, 2 ചെറിയ കുട്ടികളുള്ള അവരെ ഇട്ടിട്ട് ജോലിക്ക്, അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇവരെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ പക്ഷെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലും ഇല്ല ഈ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അത്രയും വർഷം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാണാത്ത സർട്ടിഫിക്കറ്റ്സിൻ്റെ കുറച്ച് കോപ്പികൾ എനിക്ക് കിട്ടി. അങ്ങനെ എനിക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത്, സത്യം പറഞ്ഞാൽ എൻ്റെ പഠനമോ ജോലിയല്ല അവിടെ അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഞാൻ GNM നേഴ്സായിരുന്നു. എനിക്ക് പോസ്റ്റ് PSCക്ക് ജോയിൻ ചെയ്യാനും തടസ്സങ്ങളൊന്നും കൂടാതെ എനിക്ക് എക്സാം എഴുതി എക്സാമിൽ പാസ്സാവാനും സാധിച്ചു. അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് 2 മാസത്തോളം എനിക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർ കുട്ടികൾ നോക്കിക്കോളാം, എക്സാം എഴുതിയിട്ട് വാന്ന് പറഞ്ഞ് അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുട്ടികളാക്കി എനിക്ക് എക്സാം എഴുതി വരാൻ സാധിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ മരിച്ചതിന് ശേഷം ശരിക്കും ഞങ്ങളുടെ കുടുംബം തന്നെ തകർന്നൊരവസ്ഥയിലായിരുന്നു. കാരണം അമ്മയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ എല്ലാം. അപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ കൂടെ ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. എന്നെ ഡയറക്റ്റായിട്ട് വരെ എന്നോട് ഇങ്ങനെ കുറ്റപ്പെടുന്ന രീതിയിൽ ഞാൻ കാരണം അമ്മ മരിച്ചു എന്നുള്ള അങ്ങനത്തെ ഒരു ഇത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കാലം. അപ്പോൾ എങ്ങനെയെങ്കിലും ബ്രദറിന് ഒരു കല്യാണം ഒന്ന് പെട്ടെന്നായാൽ മതി. ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കല്യാണം ശരിയാവുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും കല്യാണം ശരിയായി. ഇപ്പോൾ ആൾക്കൊരു കുട്ടിയുണ്ട്. അവനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവന് 8ാം മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കിഡ്നി കാണുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവർ ഒരുപാട് വിഷമിച്ചു. ഞാൻ ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് മാതാവിൻ്റെയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമൃതയിലേക്ക് സ്കാനിങ്ങിന് പോകുന്ന വഴി അവരിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ അത്രയും സമയം കണ്ടില്ല എന്ന് പറഞ്ഞ് കിഡ്നി അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഞ്ഞിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. പിന്നെ ഹസ്ബൻഡ് UAE-ലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് പ്രഷർ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് മാറി അടുത്തതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ വരുത്താതെ തന്നെ അടുത്ത കമ്പനിയിലേക്ക് കൊടുത്ത് മാതാവൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് ഞങ്ങൾ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ശരിക്കും UAE-ലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പോഴാണ് ഈ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ഒരുപാട് ഞങ്ങൾ തകർന്നു പോയി. അങ്ങനെ പിന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല തടസ്സങ്ങളായിരുന്നു. ഞാനൊരു നേഴ്സായിട്ട് പോലും എനിക്ക് വിദേശത്തേക്ക് പോകുന്നതിൽ ഒത്തിരി തടസ്സങ്ങൾ വന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞ സൺഡേ ഞാനിവിടെ ആലപ്പുഴയിൽ വന്നതാണ്. എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ എപ്പോഴും പകൽ വന്ന് കുറേ നേരം ഇരുന്നിട്ട് പോകാൻ പറ്റണമെന്ന്. കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഞാനിവിടെ പകൽ വന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും, അങ്ങനെയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഈ ബുധനാഴ്ച വന്നപ്പോഴത്തേക്ക് ഇവിടെ അന്ന് ബുധനാഴ്ച കംപ്ലീറ്റും എനിക്ക് തോന്നുന്നു ഒരു 10 എണ്ണം പറഞ്ഞതിൽ ഒരു 90% ദുബായ്ക്കാരുടെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും തിരിച്ച് UAE-ലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള വിസ ഹസ്ബൻഡ് അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇനി മറ്റൊരാളുടെയൊക്കെ ഇത് പറയാവുള്ളെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്നത്. എൻ്റെ മക്കളെയും കൂട്ടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. കുഞ്ഞുങ്ങളിപ്പോൾ എൻ്റെ കൂടെ അല്ല, ട്രിവാൻഡ്രത്താണ്. പിന്നെ എൻ്റെ മോൾക്ക് കൊറോണ ടൈം കഴിഞ്ഞപ്പോഴേക്കും ആസ്മ വന്നു. ഇൻഹേലർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയായി. അങ്ങനെ ഇൻഹേലർ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. ആളുടെ ആ സമയത്ത് ആൾക്ക് 7 വയസ്സേ ഉള്ളൂ. ഇൻഹേലർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ണിന് ചുറ്റിനെല്ലാം കറുപ്പ് നിറം. ആളെ കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം വരും. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുമായിട്ട് വന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഈ പെങ്കൊച്ചിനെ എപ്പോഴും ഇങ്ങനെ ഈ വയ്യാതെ ഇങ്ങനെ ഇൻഹേലറുമായിട്ട് ജീവിതകാലം മുഴുവൻ നടക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് ഞാനിവിടെ ഒത്തിരി വിഷമിച്ചു. അന്ന് എൻ്റെ ഭാഗ്യത്തിന് അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ഇൻഹേലർ എടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് ശ്വാസം മുട്ടൽ വരത്തില്ല, കഴിഞ്ഞു, മാതാവെല്ലാം കേട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയായി എന്ന് പറഞ്ഞ് മാറ്റി. ഈ നിമിഷം വരെ കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നം എങ്കിലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ആക്സിഡൻറ്റിൽ ആദ്യത്തെ കാറ് പോയായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു കാർ എടുക്കണം എന്നുള്ളത്, എനിക്ക് അങ്ങനെ കാറ് വാങ്ങിക്കാൻ പറ്റി. അതിനുശേഷം എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയമാണ്. കാരണം കാറിലേക്ക് കയറുമ്പോഴൊക്കെ എനിക്ക് വേറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അങ്ങനെ പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഭയം എനിക്ക് അമ്മ മാതാവ് മാറ്റി തന്നു. ഇതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യാറുള്ളത്, ഇവിടുന്ന് പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് എപ്പോഴും ഞാൻ ഉടമ്പടി പുതുക്കാൻ എപ്പോൾ വരുന്ന അപ്പോഴെല്ലാം പേപ്പർ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നില്ല. ഇവിടുന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ഞാൻ പോയി പ്രാർത്ഥിച്ച് പേപ്പർ കൊടുക്കാറാണ് പതിവുള്ളത്. ഉടമ്പടി പത്രം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. പലരും ഇങ്ങോട്ട് വന്ന് ചോദിച്ച് വാങ്ങിച്ച് കരഞ്ഞ് ചോദിച്ചൊക്കെ വാങ്ങിക്കാറുണ്ട്. ലാസ്റ്റ് ടൈം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ അത് കൊണ്ട് വീട്ടിൽ പോയി. പക്ഷേ അതിലൊരു ഘട്ടം എനിക്ക് മിച്ചം വന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഓർത്ത് കൊടുക്കാം, അത് വലിയ കാര്യമല്ലോ എന്ന് വെച്ച് വീട്ടിൽ വെച്ച്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് വന്നപ്പോഴേക്കും ഞാനിവിടെ വന്നു. അപ്പം ഞാൻ ഓർത്ത് അതും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം എന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന അന്ന് ഇലക്ഷൻ ആയിരുന്നതുകൊണ്ട് ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്ത് പേപ്പർ കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് പുതുക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പേപ്പർ തരുമെന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പേപ്പർ വാങ്ങിച്ച് ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി പേപ്പറും കൊടുത്തു. അതേപോലെ ഒരുപാട് പേര് ഒത്തിരി വിഷമതകൾ പറഞ്ഞു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് പലർക്കും പത്രം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതിന് ശേഷം മാത്രമാണ് എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചത്. അപ്പോൾ അച്ഛൻ പറയുന്ന പോലെ അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു നമ്മളെ പ്രേക്ഷിത പ്രവർത്തനം ശരിക്കും പത്രമാണ്. അത് നല്ല രീതിയിൽ ആളുകളുടെ കയ്യിലെത്തണമെന്ന് അമ്മ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ എക്സാമിന് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ഞാനിങ്ങനെ ദിവസം നോക്കി അങ്ങനെയൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോകുന്ന സമയത്ത് ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും ചെയ്യണമല്ലോ, എന്താ ചെയ്യേണ്ടത്, എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാനങ്ങനെ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്തപ്പോഴേക്കും ഓഫണേജ് എവിടെയാണെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഓഫണേജ് ഇല്ല. പിന്നെ മദർ തെരേസ ചാരിറ്റി ഹോം എന്ന് കണ്ടു. ഞാനങ്ങനെ എലഹങ്കയിലുള്ള അമ്മയുടെ ചാരിറ്റി ഹോമിൽ ചെന്നു. ശരിക്കും അവർക്കൊന്നും ഭക്ഷണവും ഇതും പൈസ അതൊന്നും അല്ല വേണ്ടത്. അവർക്ക് അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനും കുറച്ച് നേരം അവർ പറയുന്ന കേൾക്കാനും ഒക്കെ ഒരാളാണ്. ഞാൻ അന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് വന്നത്. അവർക്ക് എന്താ പറയുന്നത്, അവരെന്തോ അതായത് ശരിക്കും ബുദ്ധി വൈകല്യമുള്ള സ്ത്രീകളും മക്കൾ ഉപേക്ഷിച്ചവരും പിന്നെ മാതാപിതാക്കളും ഉപേക്ഷിച്ചവരും അവിടെ ഉണ്ട്. കാരണം ചെറിയ ബുദ്ധിവൈകല്യം എന്ന് അറിയുമ്പോഴേ കുഞ്ഞുങ്ങളെ വേണ്ടാന്നും പറഞ്ഞ് ഏതെങ്കിലും ഓഫണേജ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് ആ കുഞ്ഞുങ്ങളുടെ കൂടെയും പ്രായമുള്ളവരും എല്ലാം ഉണ്ട്. അവരുടെ കൂടെ എനിക്കൊരു ദിവസം ചിലവഴിക്കാൻ പറ്റി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാനവിടെ ഒരാൾക്ക് നഖമൊക്കെ വെട്ടി കൊടുക്കുന്ന കണ്ടപ്പോഴേക്കും ഓരോരുത്തരായിട്ട് ക്യൂ ആയിട്ട് വരാൻ തുടങ്ങി. ഞങ്ങളുടെ നഖം വെട്ടുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം നമ്മൾ സാധാരണ മനുഷ്യർ അവർക്കെന്തോ വലിയ കാര്യം കണക്കാണ്. അതായത് അവരെ ആരും ശ്രദ്ധിക്കാനും മൈൻഡ് ചെയ്യാനും ഇല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. അത് ഈ കാരുണ്യ പ്രവർത്തികളിൽ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ ഓഫണേജിൽ പറ്റുമ്പോഴും പൈസ കൊടുക്കാറുണ്ട്. പിന്നെ വീട്ടിൽ ചോറ് പൊതി കെട്ടുമ്പോഴേക്കും ഞാൻ പൊതിച്ചോറ് എടുത്തിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ
വഴിയിൽ ആരും ഇല്ലാതിരിക്കുന്നവരുണ്ടെന്നെങ്കിൽ കൊടുക്കാറുണ്ട്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യങ്ങളും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ്. അപ്പോൾ സാക്ഷ്യം തുടങ്ങുമ്പോൾ തന്നെയും ഇവിടെ പ്രത്യേകമായിട്ടൊരു ദൈവ സാന്നിധ്യമുണ്ട് എന്ന് ഇവിടെ വരുന്നവരും ഈ സാക്ഷ്യം പറയുന്നവരും പറയുവാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു പ്രത്യേകമായിട്ട് ദൈവം ഈ സ്ഥലം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് അത് കൃപാസനത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ 90-കൾ തൊട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുവാനും പ്രത്യേകമായിട്ട് മരിയൻ തപസ് ധ്യാനം കൂടുവാനും അങ്ങനെ വലിയൊരു പ്രാർത്ഥനയുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ഒരു ജപമാല വർഷം ആഘോഷിച്ച സമയത്തൊക്കെ തന്നെയും 365 ദിവസം ഇവിടെ ജപമാല ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പണ്ട് തൊട്ടേ ഈ ഇടത്തെ മാതാവ്, കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്വർഗത്തിൻ്റെ ഒരു നിയോഗമായിരുന്നത് കൊണ്ട് തന്നെ ഒരുക്കുന്നതായിരുന്നതിൻ്റെ ഭാഗമായിട്ട് ജോസഫ് അച്ഛൻ എപ്പോഴും തൻ്റെ ടോക്കിൽ പറയുന്നൊരു കാര്യമാണ്, വർഷങ്ങളോളമുള്ള ഒരുക്കത്തിന് ശേഷമാണ് മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണം ഈ ഒരു ആലയത്തിൽ നൽകിയതും അതിനും 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന നൽകുന്നത്. അതുകൊണ്ട് പണ്ട് ഇവിടെ വന്ന് സഹകരിച്ചവർക്കൊക്കെയും അവരെപ്പോഴും ഓർത്തെടുക്കുന്ന ഒരു പാഠം ഇതാണ്. പണ്ട് ഈ ഒരു പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ തീരപ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളും അത് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞവരും വന്നു നിന്നൊരു സമൂഹത്തിൽ നിന്ന് മാറി ഇപ്പോൾ ലോകമെമ്പാടും അമ്മയുടെ പ്രത്യക്ഷീകരണം സംഭവിച്ചതിന് ശേഷം, ഉടമ്പടി ലഭിച്ചതിന് ശേഷം ഇന്ന് ലോകമെമ്പാടും ഈ ഒരു ഇടത്തേക്ക് വരുവാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നതിന് പിന്നിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഇവിടെ വന്ന് ആരാധന കൂടുന്നതും ഇവിടെ വന്നതിന് ശേഷം മുട്ടൂത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദന ഇല്ലാതാവുന്നതുമൊക്കെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൊന്നാണ്. കാരണം ഇവിടെ ഓരോരുത്തരും വരുന്നത് ഇവിടുത്തെ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടൊന്നും അല്ലല്ല, ഇവിടെ മാതാവിൻ്റെ രൂപം. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്കെല്ലാവർക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവാനുഭവം ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ലഭിക്കും എന്നുള്ളൊരു വലിയൊരു തെളിവും അനുഭവം ഒരുപാട് പേർക്ക് ഉള്ളതുകൊണ്ടും ഉടമ്പടി എന്ന പ്രാർത്ഥന അത് നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പിക്കുന്ന അനുഭവം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം സ്വന്തമായിട്ടൊരു ആക്സിഡൻറ്റിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം അതിൽ നിന്നൊക്കെ പതുക്കെ റിക്കവറി ചെയ്ത് വീണ്ടും ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് സ്വന്തമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചു എന്നാണ്. അപ്പം പതുക്കെ ഒരു ഡിവൈൻ ഹീലിങ്ങിന് വേണ്ടി ഉടമ്പടി സഹായിച്ചു എന്നുള്ളതും ഒപ്പം മറ്റ് ശാരീരികമായിട്ടുള്ള സൗഖ്യം, അപ്പോൾ 2 രീതിയിലുള്ള സൗഖ്യവും ഈ സാക്ഷ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ മക്കളുടെ കാര്യവും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന പാമ്പിൻ്റെ ശല്യം, ഇത് നിങ്ങൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാക്ഷ്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്ന പല കാര്യങ്ങളിലൊന്നും ഈ പാമ്പിൻ്റെ ശല്യവും അതൊക്കെ ഓരോ കുടുംബത്തിൻ്റെ ഓരോ സാഹചര്യം അനുസരിച്ച് അത് എത്രത്തോളം ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ള ഇതിനു മുമ്പുള്ള സാക്ഷ്യങ്ങളും ആവർത്തിക്കപ്പെടും. കാരണം അമ്മ ഇങ്ങനെ കണ്ണും രാത്രി ഉറങ്ങാതെ നോക്കിയിരിക്കും മക്കൾ കിടന്നുറങ്ങുമ്പോൾ. അത്രയും ഉള്ള സിറ്റുവേഷനൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട് എന്ന് അവരെയൊക്കെ മാതാവ് എങ്ങനെയാണ് പിന്നീട് ഒരു പുത്തൻ ഭവനത്തിലേക്കൊക്കെ മാറ്റുന്നതെന്നുള്ള സാക്ഷ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മൾ കേൾക്കും, ഇത് അനുഭവിക്കാത്തവർക്കൊക്കെ ഇതിങ്ങനെ ഒരിക്കലും അതിൻ്റെ പൂർണ്ണമായി ഇത് മനസ്സിലാകത്തില്ല. അതെപ്പോഴും അനുഭവങ്ങൾ അങ്ങനെയാണ്. അപ്പം വ്യക്തിപരമായിട്ട് പ്രാർത്ഥന മുടക്കാതെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും കാരുണ്യ പ്രവർത്തനമാണെങ്കിലും വ്യക്തമായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെയൊക്കെ ഒരു എന്താണ് ബോധ്യപ്പെടൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ സാക്ഷ്യത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും ഒരിടത്ത് ചെന്ന് അവിടെ ചിലപ്പോൾ ആവശ്യമുള്ളത് നമുക്കൊരു പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്ന ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്. അതിപ്പോൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വലിയ എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഒരാളുടെ അടുത്ത് പോയി കാൽക്കീഴിയിരുന്ന് നഖം വെട്ട് അവരെ കുളിപ്പിക്കുക എന്നൊക്കെ പറയണത്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളിൽ പോലും നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം അവർ ചിലപ്പോൾ അവിടെ ഇപ്പം പൊതുവേ നമുക്കിവിടെ പട്ടിണിയുടെ ഒരു പ്രശ്നമൊന്നും നമ്മുടെ കേരളത്തിൽ അധികം വരണില്ല. അവിടെ ആവശ്യം ചിലപ്പോൾ ഒന്ന് അടുത്തിരുന്ന് സംസാരിക്കാനും ഒരു പക്ഷേ അവരെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാനും, അപ്പം ഓരോ സ്ഥലങ്ങളിൽ അവിടെ ആവശ്യം കണ്ടറിഞ്ഞ് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു ശ്രമം ഉണ്ടാകണമെന്നും സാക്ഷ്യത. അതിൽ ഏറ്റവും മിനിമമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈശോയോട് തന്നെ പ്രാർത്ഥനയിൽ ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ബോധ്യപ്പെട്ട് നമുക്ക് അൾത്താരയിൽ കയറി നിന്ന് പറയാനായിട്ടുള്ള ദൈവാനുഭവം ദൈവം തരും എന്നുള്ളതാണ്. അതിന് സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു അനുഗ്രഹമാണ്. ഇത് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ ദൈവാനുഭവങ്ങൾ നൽകണത്. പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.